ദീപാരാധന തുടങ്ങി കഴിഞ്ഞു. ഇനി ഏത് നിമിഷം വേണമെങ്കിലും ആ പുണ്യ ദർശനം കാണാൻ കഴിയും. പന്തളത്തു നിന്നെത്തിയ തിരുവാഭരണം ചാർത്തി നേരത്തെ ശ്രീ മുൻ മേൽശാന്തി പറഞ്ഞതുപോലെ തന്നെ തിരുവാഭരണം അണിയിച്ച് ദീപാരാധന ഇപ്പോൾ നടക്കുകയാണ്. ഈ നിമിഷത്തിൽ എല്ലാ കണ്ണുകളും പൊന്നമ്പലമേട്ടിലേക്കാണ്. ആ ജ്യോതി കാണാനായിട്ടുള്ള കാത്തിരിപ്പ്. അവിടെ എത്താൻ കഴിഞ്ഞ ഏതാനും പേർക്ക് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിന്നായി ഇപ്പോഴുള്ള നിയന്ത്രണങ്ങൾ കാരണം ശബരിമല യാത്ര മുടങ്ങിപ്പോയ ലക്ഷങ്ങളുടെ കണ്ണും ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. പൊന്നമ്പലമേട്ടിൽ മകര ജ്യോതി തെളിയുന്ന നിമിഷം, മകരവിളക്ക് ദർശനം, മണ്ഡലപൂജയുടെയും മകരവിളക്ക് മഹോത്സവത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട, അതല്ലെങ്കിൽ ഭക്തജന ലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു നിമിഷം ശബരിമലയിൽ ദീപം തെളിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പൊന്നമ്പലമേട്ടിൽ ദീപം ഒരു വട്ടം തെളിയുകയാണ്. സന്നിധാനത്ത് ദീപാരാധന, പൊന്നമ്പലമേട്ടിൽ ദീപക്കാഴ്ച, മകരദീപം. രണ്ടു വട്ടം ദീപം കാണാൻ കഴിഞ്ഞു. ആ ദർശനം ലഭിച്ചു. വീണ്ടും ആ ദൃശ്യം, ആ പുണ്യദൃശ്യം, ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന പുണ്യ ദർശനം നടക്കുകയാണ്. ആ നിമിഷങ്ങളാണ് ഇപ്പോൾ തത്സമയം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് കാണിക്കുകയാണ്. മകരവിളക്ക് ദർശനത്തിനായി എത്തിയവർ സായുജ്യം അടയുന്ന നിമിഷമാണ്. കണ്ണും മനസ്സും ഒക്കെ നേരത്തെ ഗോപി പറഞ്ഞതുപോലെ ഒരേ ഒരിടത്തേക്ക്, പൊന്നമ്പലമേട്ടിലേക്ക്. ഈ നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സഹനത്തിൻ്റെയും എല്ലാ രീതിയിലുമുള്ള, അതെ,